السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഫസ്ലുൻ ബിത്വലാഖ്. വിവാഹം എന്ന് പറയുന്ന കെട്ട് അഴിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പാഠമാണ്. അഖ്ദ് എന്ന് പറഞ്ഞാൽ കെട്ട് എന്നാണല്ലോ. നിക്കാഹ് ഒരു അഖ്ദാണല്ലോ. ഏതും അഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അഴിക്കണമല്ലോ. വഹുവ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ ഹല്ലുൽ ഖൈദ്, കെട്ടഴിക്കുക എന്നാണ്. ഖൈദ് എന്ന് പറഞ്ഞാൽ കെട്ട് എന്നല്ലേ. ഷറയിൽ ഹല്ലു അഖ്ദിൻ നിക്കാഹി, നിക്കാഹ് എന്ന് പറയുന്ന ഒരു കെട്ടഴിക്കലാണ്. ബില്ലഫ്ദില്ലാത്തി, ശേഷം വരാൻ പറയുന്ന പദങ്ങളെ കൊണ്ട്. ഈ തലാഖിൻ്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ വാജിബായിരിക്കും, സുന്നത്തായിരിക്കും, കറാഹത്തായിരിക്കും, മുബാഹായിരിക്കും, അങ്ങനെ പല ഹുക്കുമുണ്ട്. സ്വാഭാവികമായിട്ട് തലാഖ് എന്താണ്, വിധി എന്താണെന്ന് ചോദിച്ചാൽ നിക്കാഹ് സുന്നത്താണ്, തലാഖ് കറാഹത്താണ് എന്നാണ് പറയാം. കാരണം ഹറാമും മറ്റുമൊക്കെ ചില സാഹചര്യങ്ങൾ മാത്രമല്ലേ വരൂ. വിവാഹം കഴിക്കൽ സുന്നത്താണ്, പിന്നെ വിവാഹം കഴിക്കൽ ഹറാമായ സമയമുണ്ട്, കറാഹത്തായ സമയമുണ്ട്. നമ്മളെ നിക്കാഹിന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, സുന്നത്താന്നല്ലേ. ഗാലിബും അക്സറും നോക്കിയിട്ടാണ് ഹുക്കം കൊടുക്കുക. ഫസ്ലുൻ ബിത്തലാഖി വഹുവ ലുഗത്തൻ ഹല്ലുൽ ഖൈദി വഹുവ ഇമ്മാ വാജിബൻ കതലാഖി മൂലിൻ. ഈലാ ചെയ്ത വ്യക്തി തലാഖ് ചെല്ലും പോലെ. ആലാ യൂലി ഈലാഅൻ, ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് സത്യം ചെയ്യുന്നതിനാണ് ഈലാ എന്ന് പറയുക. അയാൾ തലാഖ് ചെല്ലൽ നിർബന്ധമാണല്ലോ. കാരണം യുരീദ് അൽ വത്ത്, അയാൾ വത്തു ഉദ്ദേശിച്ചിട്ടില്ല. വത്തു ഉദ്ദേശിക്കാത്ത മൂലി തലാഖ് ചെല്ലൽ നിർബന്ധമാണ്. ഔ മന്ദൂബൻ, അല്ലെങ്കിൽ സുന്നത്തായിരിക്കും. യാജിസാനിൽ ഖിയാമി ബി ഹുഖൂഖിഹ, ഭാര്യയ്ക്ക് നൽകേണ്ട കടപ്പാടുകൾ നിർവഹിക്കാൻ കഴിയാതെ വരും പോലെ. അജസ യാജിസു, അസാധ്യമാവുക എന്നാണ് അജസ്. എൻ്റെ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഭാര്യയുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവളെ ആ പ്രയാസത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കലാണ് സുന്നത്ത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഞാൻ പറയണത്, ഭർത്താവിന് ഹക്കുകളും മറ്റൊന്നും നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പെണ്ണ് പോകുക എന്ന് പറയുന്നിടത്ത് നമ്മളൊരു അതൃപ്തി പറയാൻ പാടില്ല. നമ്മളെ കഴിവ് കുറവല്ലേ. കാരണം തലാഖ് ചെല്ലൽ സുന്നത്താണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെണ്ണിനോട് പറയണം, എനിക്കിങ്ങനെയൊക്കെ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ ഒരു അവകാശത്തെ വകവെച്ചു കൊടുക്കണം എന്നർത്ഥം. അതാണ് സുന്നത്തായത്. എന്തുകൊണ്ടാണ് ഹക്ക് നിലനിർത്താൻ കഴിയാത്തത്? വലൗലി ആദമിൽ മൈലി ഇലീഹ, അവളോടുള്ള താല്പര്യമില്ലായ്മ കാരണമാണെങ്കിലും ശരി. അടുത്ത സന്ദർഭം സുന്നത്താകുന്ന തക്കൂന ഖൈറ അഫീഫത്തിൻ, അല്ലെങ്കിൽ അവൾ ശുദ്ധയല്ലാത്തവളാവുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കാത്ത വ്യഭിചരിക്കുന്ന പെണ്ണായി തീരുക. അഫീഫ് ശുദ്ധൻ, അഫീഫത്ത് ശുദ്ധ. പക്ഷേ മാലം യഖ്ഷൽ ഫുജൂറ ബിഹ, അത് സുന്നത്താകുന്നത് മറ്റുള്ളവർ അവളെ വ്യഭിചരിക്കുമെന്ന് ഭയപ്പെടാത്തപ്പോഴാണ്. അവളെ തലാക്കില്ലേ, വീട്ടിൽ കുത്തിരുന്നോളും എന്നാണെങ്കിൽ തലാക്കില്ല മതി. അല്ല, വീട്ടിലിരിക്കാതെ വ്യഭിചാരത്തിന് ഇറങ്ങുമെന്ന് കാണുകയാണെങ്കിൽ തലാഖ് ചെല്ലൽ സുന്നത്തില്ല. മാലം യഖ്ഷ, ഭയപ്പെടാതിരിക്കുമ്പോൾ, അൽ ഫുജൂറ ബിഹ, അവളെ കൊണ്ട് വ്യഭിചാരം നടത്തുമെന്ന് മറ്റുള്ളവരെ. മൂന്നാമത്തെ സന്ദർഭം ഓ സയ്യിഅത്തുൽ ഖുലുഖി, മോശം സ്വഭാവമായി തീരുക. അതായത് മോശം സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മോശം സ്വഭാവമൊക്കെ ഉണ്ടാകും. യുസ്ബറു, ക്ഷമിക്കാൻ കഴിയാത്ത വിധം. അല ഇഷത്തിഹ, അവളുമായിട്ടുള്ള സഹജീവിതം. ആദത്തൻ, സാധാരണയിൽ സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുസ്വഭാവിയാകും പോലെ. ഇതാണ് ഫീമസ്തദറു ഷെയ്ഖുന പറഞ്ഞിട്ടുള്ളത്. ഇല്ല, ദുസ്വഭാവമുണ്ട്, എന്നാൽ കൂടി ജീവിക്കാൻ പ്രയാസവുമില്ല. അങ്ങനെയാകുമ്പോൾ
തലാഖ് ചെല്ലൽ സുന്നത്തില്ല. കാരണം ഫമതാ തൂജദു ഇംറഅത്തുൻ ഗൈറു സയ്യിഅത്തിൽ ഖുൽഖി, ദുസ്വഭാവിയല്ലാത്ത ഏത് സ്ത്രീയെ എവിടെ എത്തിക്കപ്പെടാനാണ്? അതുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവമല്ലാത്ത സ്ത്രീകൾ, അത് ക്ഷമിക്കുക, അവരുമായി സഹജീവിതം നടത്തുക എന്നുള്ളതിന് മാർഗം നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. അഫിൽ ഹദീസിലുണ്ട് അൽ മർഅത്തു സ്വാലിഹത്തു ഫിൻ നിസാഇ, തലാഖ് ചെല്ലലുമായി ബന്ധപ്പെട്ട സംസാരമായിട്ട് ഇപ്പോൾ ഈ പറയുന്നത്. അല്ലാതെ ദുസ്വഭാവം ലോകത്ത് വേറെ ആർക്കും പെണ്ണുങ്ങൾക്കല്ലാതെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. ഹദീസിലുണ്ട് അൽ മർഅത്തു സ്വാലിഹത്തു ഫിൻ നിസാഇ, സ്ത്രീകളിൽ സ്വാലിഹത്തായ സ്ത്രീ കൽ ഖുറാബിൽ ആസമി, ആസം കാക്കയെ പോലെയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കിനായത്തുൻ അൻ നുദ്റത്തി വജൂദിഹ, സൽസ്വഭാവിയായ നല്ല സജ്ജനയായ സ്ത്രീ ഉണ്ടാവുക എന്നുള്ളത് അപൂർവമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. നുദ്റത്ത് എന്ന് പറഞ്ഞാൽ അപൂർവം, കിനായത്താണ് സൂചിപ്പിക്കുക. ആസം എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, ആസം എന്ന് പറഞ്ഞാൽ അബിയദു ജനാഹൈനി, കാക്ക കറുത്തിട്ടാണ് 2 ചിറക് വെളുത്തത് എന്നാണ്. അങ്ങനത്തെ കാക്ക ഉണ്ടാവുമോ? ഇതും തലാഖ് സുന്നത്താക്കുന്ന ഒരു സന്ദർഭമാണ്. അടുത്തത് ഔ യുമറഹു ബിഹി അഹദു വാലിദിഹി, മാതാപിതാക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ അയാളോട് തലാഖ് ചെല്ലാൻ കൽപ്പിക്കുക. അതായത് ഒരു വിശദീകരണമുണ്ട്. ഐമിൻ ഗൈരി തഅന്നുതിൻ, അതൊരു ന്യായത്തിൻ്റെ പേരിൽ ഒരു അന്യായമാകാതിരിക്കുമ്പോഴാട്ടോ. തഅന്നുത്ത് അത് അയാൾ പിടിവാശിയും ദുർവാശിയും ആണെങ്കിൽ വേണ്ട. ഒരു ദുർവാശിയൊന്നുമില്ലാതെ ഈ മണ്ടന്മാരും ബുദ്ധി കുറഞ്ഞവരും വിദ്യാഭ്യാസമില്ലാത്തതായ മാതാപിതാക്കൾ വെറുതെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതിരിക്കും. അങ്ങനെ ആവരുത്. ഒരു ദുർവാശിയുടെ പേരിലല്ലാതെ. അതുപോലെ തന്നെ തലാഖ് ചൊല്ലിയാൽ ബുദ്ധിമുട്ടൊന്നും വരരുത്. അപ്പം മാത്രം വാപ്പിമ്മയും പറഞ്ഞു, ആ സമയത്തും എന്തെങ്കിലും ഫിത്തനയും ഫസാദും തലാഖ് ചൊല്ലിയാൽ വരുമെങ്കിൽ അപ്പം വാപ്പിമ്മയും പറഞ്ഞ് കേൾക്കണം എന്നില്ല കേട്ടോ. അങ്ങനെയും കിതാബിലുണ്ട്, തുഹഫയിലുണ്ട്. വാപ്പിമ്മയൊക്കെ പറഞ്ഞല്ലോ എന്ന് കരുതിയാൽ തലാഖിലാണെന്ന് പറ്റില്ല. അവിടെ കുറേ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് ഫിത്തന വരുമോ, ജയിലിൽ കിടക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ തലാഖിലിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുമോ, നമുക്ക് നോക്കണം. ഇതൊക്കെ അങ്ങനെയുള്ള ഫിഖ്ഹ് വളരെ വിശാലമാണ്. ഔ ഹറാമൻ, അല്ലെങ്കിൽ തലാഖ് നോക്കും ഹറാമാണ്. എപ്പോഴാണ് നിക്കൽ ബിദാഇയായ തലാഖ്? സുന്നത്ത് ജമാഅത്തിൻ്റെ ബിദാഅത്തല്ല അവിടെ കേട്ടോ. ഇത് തലാഖിലെ ബിദാഅത്താണ്. എന്താ ബിദാഇയായ തലാഖ്? സുന്നിയായ തലാഖല്ല. ബിദാഇയായ തലാഖ് എന്താ? തലാഖ് മദ്ഖൂലിൻ ബിഹ, ബന്ധത്തിലേർപ്പെട്ട സ്ത്രീയെ തലാഖ് ചെല്ലുക. ഫിനാവി ഹൈല് പോലെയുള്ള സന്ദർഭത്തിൽ. അപ്പോൾ അത് നിഫാസിലൊക്കെ എന്നർത്ഥം. ബിലാ ഇബദ് മിൻഹ, എപ്പോൾ അവളിൽ നിന്ന് പ്രതിഫലം വാങ്ങാതെ തലാഖ് ചെല്ലുക. പ്രതിഫലം വാങ്ങുമ്പോൾ പിന്നെ അതിന് വേറൊരർത്ഥമാണ്. ഇതാണ് ബിദാഇയായ തലാഖ് 1. 2 ഓ ഫി തുഹുരിൻ ജാമഅഹ ഫിഹി, ബന്ധത്തിലേർപ്പെട്ട ശുദ്ധിയിൽ തലാഖ് ചെല്ലുക. ഇതും ഹറാമാണ്. കാരണം കുട്ടികളുണ്ടായാൽ ഖേദിക്കും. മറ്റൊന്ന് ഹറാമായ തലാഖ്. ഒക്കെ തലാഖി മല്ലം യസ്തൂഫി ദൗറഹ മിനൽ ഖസ്മ, ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ അവളുടെ വിഹിതത്തിൽ നിന്ന് അവളുടെ പങ്ക് നൽകിയിട്ടില്ല. അങ്ങനത്തെ പെണ്ണിന് തലാഖില്ല. 4 ഭാര്യമാരുണ്ടാകുമ്പോൾ ഓരോ ദിവസം ഒരു പെണ്ണിന് കൊടുക്കണ്ടേ? അപ്പോൾ ഇനി പെണ്ണിനൊരു ദിവസം ബാക്കിയുണ്ട്, അപ്പോൾ തലാഖില്ലാൻ പാടില്ല. അപ്പോൾ തലാഖിമൻ, ഒരു ഭാര്യയെ തലാഖ് ചെല്ലും പോലെ. ലം യസ്തൂഫി, തലാഖിമൻ ഒരുത്തൻ്റെ തലാഖ് പോലെ. ഒരു സ്ത്രീയെ തലാഖ് ചെല്ലും പോലെ. ലം യസ്തൂഫി, ഭർത്താവ് നൽകിയില്ല ദൗറഹ, അവളുടെ വിഹിതം മിനൽ ഖസ്മി, ഓഹരിയിൽ നിന്ന്. ഇതും ഹറാമാണ്. 3 ഒക്കെ തലാഖിൽ മരീദ്, രോഗിയായ ഒരു വ്യക്തി തലാഖ് ചെല്ലും പോലെ. എന്തിന്? ഖസ്തിൽ ഹിർമാനി മിനൽ ഇർത്തി, പിന്നെ മരിക്കുമ്പോൾ അനന്തരം കൊടുക്കല്ലോ, ഈ അനന്തരം തടയണം എന്ന ഉദ്ദേശത്തോടെ. അതൊന്നും പാടില്ലല്ലോ. അത് കഴിഞ്ഞു. ഇതൊക്കെ തലാഖിൻ്റെ ഹുക്കുമാണ്. ഇനി 3 തലാഖ് ഒന്നിച്ച് പറയുന്നതിൻ്റെ വിധി എന്താണെന്നും കൂടെ പറയണമല്ലോ.
ഇതിപ്പോൾ ഒരു തലാഖായാലും 3 തലാഖായാലും അതിൻ്റെ ഹുക്കുമാണ് പറയുന്നത്. ഇനി തലാഖ് ചെല്ലൽ അനുവദനീയമായ സന്ദർഭത്തിൽ തന്നെ 3 തലാഖ് ഒരുമിച്ച് കൂട്ടുന്നതിന് വിധി എന്താ? കറാഹത്താണ്. വലാ യഹ്റുമു ജമ്മു സലാസു തലഖാത്തിൻ, 3 തലാഖുകൾ ഒരുമിച്ച് കൂട്ടൽ ഹറാമില്ല. പക്ഷെ 100 തലാഖ് ചൊല്ലി എന്നൊക്കെ പറയൽ ഹറാമാട്ടോ. ബൽ യുഹസ്സന്നുൽ ഇഖ്തിസാറു അലാ വാഹിദിൻ, ഒന്നിൽ ചുരുക്കൽ സുന്നത്താണ്. ഓക്കെ, ഇനിയും പറയുന്നു കറാഹത്താകുന്ന സന്ദർഭം. സുന്നത്ത്, വാജിബ് ഒക്കെ പറഞ്ഞല്ലോ, ഹറാമൊക്കെ പറഞ്ഞല്ലോ. ഇനി കറാഹത്ത് ബിയാൻ സലിമൽ ഹാലു മിൻ ദാലിക കുല്ലി, ഈ അവസ്ഥയിലൊന്നും അല്ലാതിരിക്കുക. മുകളിൽ പറയപ്പെട്ട അവസ്ഥയിലൊന്നും രക്ഷപ്പെടുക മിൻ ദാലിക കുല്ലി, മുകളിൽ പറയപ്പെട്ട എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും. അപ്പോൾ കറാഹത്താണ്. കാരണം ലിൽ ഖബരി സ്വഹീഹി, സ്വഹീഹ് ഹദീസുണ്ട്, അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഹലാലുകളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത് അത്തലാഖു, തലാഖാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. അള്ളാഹു തആലാക്ക് ബുഗ്ദ് എന്ന് പറഞ്ഞാൽ വെറുപ്പ്, ദേഷ്യമുള്ളതെന്നല്ലേ? ദേഷ്യമുള്ള സാധനം ഹറാമല്ലേ ആവുക? കറാഹത്ത് അല്ലല്ലോ ആവുക ദേഷ്യമുള്ളത്. കറാഹത്ത് ചെയ്താൽ അള്ളാഹ്ക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം കുറ്റമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഹദീസ് കറാഹത്താന്നുള്ളതിന് തെളിവാക്കുക? അതിന് മറുപടി പറയാണ്, ഇസ്ബാത്ത് ബുഗ്ദിഹി തആല ലഹു, ഈ തലാഖിന് അള്ളാഹു തആലാക്ക് വെറുപ്പുണ്ട് എന്ന് പറഞ്ഞത് അൽ മഖ്സൂദി മിൻഹു സിയാദത്തു തംഫീരി, കാരണം അതുകൊണ്ടുള്ള ഉദ്ദേശിക്കപ്പെടുന്നത് തംഫീരാണ്. തലാഖിനെ തൊട്ട് അങ്ങേയറ്റത്ത് വെറുപ്പുണ്ടാക്കുക എന്നുള്ളതാണ് തംഫീർ, വെറുപ്പ് എന്നുള്ള ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, അതിന് ഹഖീഖി അർത്ഥം ഉദ്ദേശമല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് സിയാദത്തു തംഫീർ അനുഭവം, അതിൽ നിന്ന് വളരെയധികം അകറ്റുക എന്നതാണ്. അപ്പോൾ ആ സ്ഥിരപ്പെടുത്തൽ ലാ ഹഖീഖത്തുഹു, അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല, പിന്നെ താൽക്കാലിക അർത്ഥമാണ്. അള്ളാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്ന അർത്ഥത്തിലാണ്. ലാ ഹഖീഖത്തുഹു, അതിൻ്റെ ഹഖീഖിയ അർത്ഥമല്ല. കാരണം ബുഗ്ദ് എന്ന് പറഞ്ഞാൽ കറാഹത്തല്ലല്ലോ, ഹറാമല്ലേ. ലി മുനാഫാത്തിഹ, കാരണം അതിൻ്റെ ഹഖീഖിയ അർത്ഥം എതിരാണല്ലോ ലിഹില്ലിഹി, അതിൻ്റെ തലാഖ് അനുവദനീയമാകുന്നതിന് എതിരാണല്ലോ. തലാഖ് അനുവദനീയമല്ല എന്ന യഥാർത്ഥത്തിൽ പറയേണ്ട അങ്ങനെയാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശം അകറ്റുക, വെറുപ്പിക്കുക എന്നാണ് ഉദ്ദേശം, ഈ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശം, അല്ലാതെ ഹറാമാണെന്നല്ല. ഏതായാലും അതൊക്കെയാണ് സംഗതി. യഖഉലി ഗൈരി ബായിന്, തലാഖ് സംഭവിക്കും ബായിനല്ലാത്ത ഭാര്യക്കാണ് സംഭവിക്കുക. തലാഖ് ചെല്ലിയ പെണ്ണിന് സംഭവിക്കും. വലോ റജിയത്തൻ, റജിയായ തലാഖിലാണെങ്കിലും സംഭവിക്കും. ലം തൻഖളി ഇദ്ദത്തുഹ, ഇദ്ദ കഴിഞ്ഞിട്ടില്ലാത്ത റജിയായ തലാഖിലുള്ള പെണ്ണാണെങ്കിലും, ഭാര്യയാണ്, തലാഖ് ചൊല്ലിയിട്ടുണ്ട്, റജിയായ തലാഖാണ്, 1 തലാഖോ 2 തലാഖോ ചൊല്ലിയിട്ടുള്ളൂ, ആ പെണ്ണിന് വീണ്ടും തലാഖെല്ലാം ഇദ്ദയിരിക്കുന്ന സമയത്ത്. പക്ഷേ ബായിനായി കഴിഞ്ഞാൽ കഴിയില്ല. എൻ്റെ ഭാര്യനെ തലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ തലാഖ് സംഭവിക്കില്ല. ഫലായക്കാവും, അവ തലാഖ് സംഭവിക്കൂല. മുഖ്തലിയത്തിന് ഹുൽ ചെയ്ത പെണ്ണിന് അവളെ ഇദ്ദയിലായിരിക്കാം, കാരണം ഹുൽ ആകുമ്പോൾ പിന്നെ ബായിനായി. ഓ റജിയത്തിനും സംഭവിക്കൂല, ഇൻഖദത്തു ഇദ്ദത്തുഹ, ഇദ്ദ കഴിഞ്ഞ. അപ്പോൾ ബായിനല്ലാത്ത ഭാര്യയ്ക്ക് തലാഖ് സംഭവിക്കും. ലി ഗൈരി ബായിൻ എന്ന് പറഞ്ഞാൽ ലി സൗജത്തിൻ ഗൈരി ബായിൻ എന്നാണ്. ഭർത്താവുമായി ബന്ധം വേർപ്പെട്ടിട്ടില്ലാത്ത ഭാര്യയ്ക്ക് സംഭവിക്കും തലാഖ് മുഖ്താരി മുക്കല്ലഫിൻ, മുഖ്താറും മുക്കല്ലഫുമായ ഭർത്താവിൻ്റെ തലാഖ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ബാലിഗിൻ ആഖിലിൻ. ഫലായഖഉ തലാഖു സബീൻ, കുട്ടീൻ്റെ തലാഖ് സംഭവിക്കൂല. മജ്നൂൻ, ഭ്രാന്തൻ്റെ തലാഖ് സംഭവിക്കൂല. ഓ മുതഅദ്ദിൻ ബി സക്കിരിൻ, ആരുടേതും സംഭവിക്കും? ഹറാമായ രീതിയിൽ ലഹരി ഉപയോഗിച്ചവൻ, അതാ മുതഅദ്ദിൻ ബി സക്കർ എന്ന് പറഞ്ഞാൽ. അവൻ തലാഖ് ചൊല്ലുക, ഇനി എഴുതിയാലും സംഭവിക്കൂട്ടെ, പറയണമെന്നൊന്നുമില്ല, ഉദ്ദേശത്തോടു കൂടി എഴുതിയാൽ മതി. ബി സക്കിരി എന്ന് പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ ബി ഷുറുബി ഖംരിൻ, കള്ളു കുടിച്ചിട്ടോ, വാക്കലി ബഞ്ചിൻ,
അതിൽ ഉമ്മത്തുംകായ് തിന്നിട്ടോ ഔ ഹഷീഷിന് അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടോ ഒക്കെ. ഉമ്മത്തുംകായ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ബഞ്ച്. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, അപ്പോൾ നെറ്റൊക്കെ ഉള്ളതല്ലേ. ബഞ്ച് എന്ന് അറബിയിൽ അടിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് ഇമേജിൽ പോയാൽ മതി, അപ്പോൾ അതിന് ചിത്രം കാണാം. ഹഷീസ് പറഞ്ഞാൽ കഞ്ചാവ്. ലിൻഷിയാനിഹി, അത് തലാഖ് സംഭവിക്കാൻ കാരണം എന്താ? അവന് ബോധമൊന്നുമില്ലല്ലോ. അതിന് കാരണം ലിൻഷിയാനിഹി, അവൻ നിഷിദ്ധമായ കാര്യം ചെയ്തു. ബിസാലത്തി അക്കലിൻ, ബുദ്ധി നീക്കുക എന്ന പ്രവൃത്തി അവൻ നിഷിദ്ധമായിട്ട് ചെയ്തതാണ് കാരണം, തെറ്റായി ചെയ്തതാണ് കാരണം. അവൻ്റെ ബുദ്ധി നീങ്ങിയിട്ടുണ്ട് സംഭവം. അവൻ്റെ ബുദ്ധി നീക്കുക എന്നുള്ള പണി ഹറാമായിട്ട് എടുത്തതാണ്. ഭ്രാന്തൻ്റെ അങ്ങനെയല്ല, അതിനവൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബുദ്ധി നീക്കുക എന്ന വിഷയത്തിൽ അവൻ തെറ്റ് ചെയ്ത കാരണം കൊണ്ട് അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഖിലാഫി സക്രാനിൻ ലമേത്ത അദ്ദ, ഹറാമായ രീതിയിൽ ലഹരി ഉപയോഗിക്കാത്ത വ്യക്തിയുടെ തലാക്ക് സംഭവിക്കില്ല. ലമേത്തൻ അദ്ദ, അവൻ നിഷിദ്ധമായത് ചെയ്തിട്ടില്ല, വേണ്ട പരിധി വിട്ടിട്ടില്ല, നിയമം ലംഘിച്ചിട്ടില്ല. ബിത്തനാവിലി മുസ്കിർ ഉപയോഗിക്കൽ കൊണ്ട്. അതെങ്ങനെ? കാനുക്രിഹാലി, ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഔലമയാലവൻ അറിയില്ലായിരുന്നു അന്നഹു മുസ്കിറുൻ, അത് ലഹരിയാണെന്ന്. അങ്ങനെയൊക്കെ സുഹൃത്തുക്കൾ പറ്റിക്കാറുണ്ടല്ലോ. ഫലായക്കാവ് തലാഖ്, അവൻ്റെ തലാഖ് സംഭവിക്കില്ല. ഈ ലഹരിൻ്റെ ഏറ്റവും വലിയൊരു ആപത്ത് പെട്ടതാണ് ഭാര്യനെ തലാക്കിലും ലഹരി സന്ദർഭത്തിൽ. അതറിയില്ല, ഭാര്യയാണ് പറയുക അയാൾ തലാക്കിലിട്ടുണ്ട്. ലഹരി എന്നൊക്കെ മോചിതനാകുമ്പോൾ അയാൾ പറയും ഞാൻ ചെല്ലിയിട്ടില്ല എന്നും. ഇങ്ങനെ എത്ര ഹറാമായ രീതിയിൽ വിവാഹബന്ധം മുന്നോട്ട് പോകുന്നുണ്ടെന്നറിയോ നിങ്ങൾ? പെണ്ണുങ്ങൾ പിന്നെ ഒരു ജീവിതമല്ലേ എന്ന് എഴുതിയിട്ട് പറയില്ല, പഠിച്ചവന് പേടിണ്ടെങ്കിലല്ലേ പറയുള്ളൂ. ഇതാ സ്വാറ, അയാളെ തലാക്ക് സംഭവിക്കൂല. ഇതാ സ്വാറ, അവനായി തീർന്നാൽ ബിഹൈത്തിലായി മയ്യിസു, ഒരു വേർതിരിയാത്ത അവസ്ഥയിൽ, ഉമ്മയും ഭാര്യയാണെന്ന് വേർതിരിയാത്ത സ്ഥിതിയിൽ നിന്നൊക്കെ ആണെങ്കിൽ വിശദീകരിക്കാം. ആദമി താദ്ദിഹി, കാരണം അവൻ്റെ ഭാഗത്ത് വീഴ്ച ഇല്ലാത്തത് കൊണ്ട്. ലഹരി കൊണ്ട് വീഴ്ച വരുത്തണം. മുതഅദ്ദിൻ ബിസക്രി, വീഴ്ച വരുത്തണം. അപ്പം ഒരു തർക്കം, ഒരാൾ പറയുന്നതിന് നിർബന്ധിക്കപ്പെട്ടതാണ്. അപ്പം ഭാര്യ അങ്ങനെ തർക്കമായി എന്ത് ചെയ്യും? വസുദ്ദിഖ മുദ്ദഇ ഇക്റാഹിം ബി തനാവുലിഹി, ലഹരി ഉപയോഗിക്കുന്നതിൽ നിർബന്ധിക്കപ്പെട്ടതാണ് എന്ന് വാദിക്കുന്നവൻ്റെ വാദം അംഗീകരിക്കപ്പെടും. ബിയമീനിഹി, സത്യം ചെയ്യിപ്പിക്കൽ കൊണ്ട്. പക്ഷേ നിരുപാധികം അല്ല, ഒരു സാഹചര്യ തെളിവും കൂടെ അവിടെ ഉണ്ടാകണം. ഇനി ബുജിദത്ത് ഖരീനത്തുൻ അലൈഹി, അതിന് ഒരു തെളിവുണ്ടാകണം. ഹബസിൻ, ഉദാഹരണത്തിന് റൂമിലിട്ട് അടച്ച് പൂട്ടിയിട്ടൊക്കെയാണ്, ഹബസ് ചെയ്തൊക്കെയാണ്. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ സാഹചര്യ തെളിവൊന്നുമില്ല, വെറും വാദമാണെങ്കിൽ ഫലാബുദ്ധ മിനൽ ബയ്യിനത്തി, സാക്ഷി നിർബന്ധമാണ്. സാക്ഷികൾ മുഖേന തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തണം. തമാശക്ക് പറഞ്ഞവൻ്റെ തലാഖ് സംഭവിക്കുമോ എന്നാ, ഇങ്ങനത്തെ കുറച്ച് ചർച്ച ഉണ്ട് ഇൻഷാ അല്ലാഹ്. ദേഷ്യം പിടിച്ചവൻ്റെ തലാഖ് നമുക്ക് അടുത്ത പാഠത്തിൽ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.